ready 1 2 3 ചോപ്പ് ടെക്നോ പാർക്കിലെ ക്വസ്റ്റ് എന്ന ഒരു കമ്പനിയുടെ കോൺഫറൻസിനോടനുബന്ധിച്ച് ബോൺ എക്സസൈസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് 80ഓളം തിമിരയും 20ഓളം ഇലത്താളം ഉപയോഗിച്ച് അവർക്ക് ബോൺ എക്സസൈസിനുള്ള ഒരു മേളം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിനാണ് ക്ഷേത്രഗ്രാമത്തിലെ കലാകാരന്മാരും അതിനെല്ലാവരും അവർ തയ്യാറെടുപ്പിക്കുകയാണ്. അതിൽ നമ്മൾ ഏകദേശം ഒരു 6 ഗ്രൂപ്പായിട്ട് അവരെ 80-90ഓളം ഗസ്റ്റുകളെ 6 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാരായിട്ട് ഇവർ 4 പേരെയും കണ്ണനും ബിരുവും ശ്യാമും വിഷ്ണുവായിട്ടുള്ള അവരെയും അടുത്ത ഒരു ടീമായിട്ട് അതിലെ കച്ചയെല്ലാം ഓരോ കളറായിട്ട് നമ്മൾ നിജപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ടീമായ ബിജുവും ചിഞ്ചുവും അവരും 12 തിമിലയോളം അവരും അവരുടെ ഒരു ഇതാണത്. അടുത്തത് സനുവും രാജീവും അവരും അടുത്ത ഒരു ഗ്രൂപ്പിന്റെ നമ്മുടെ ഓരോ ഗ്രൂപ്പിനും ഒരു പേര് ABCDEF അങ്ങനെ 6 ടീമായിട്ടാണ്. അതിന്റെ മൂന്നാമത്തെ ടീമിന്റെ ക്യാപ്റ്റനാണ് ഒരു വേണ്ടൂരും. അടുത്ത സജിത്തും അരുണും ശ്യാമും കൂടെ ചേർന്നുകൊണ്ട് അവരും ഒരു അടുത്ത ടീമിന്റെ മേൽനോട്ടം ഇവരാണ് വഹിക്കുന്നത്. ജഗനും പ്രവീണും അഭിലാഷും കൂടെ ചേർന്ന് അടുത്ത ഒരു ടീമിന്റെ മേളത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഇവർ 3 കൂടെയാണ്. അടുത്ത ലാസ്റ്റ് ടീമിന്റെ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഹരീഷിനും അനിയും മരാദാസും ചേർന്നാണ്. അതിന്റെ ഇവരുകളെല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ഇവർക്കെല്ലാം അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ള കേൾക്കാം. ആദ്യം അനി അതിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് ഭാഗം പറയാം. ഇത്രയും തിമിരയിൽ വെച്ച് വിദേശികളെ പഠിപ്പിച്ച് ഒരു കാര്യം ചെയ്യേണ്ട വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കാലമെടുത്ത് പഠിച്ച ഒരു കല ഒരു 5 മിനിറ്റത്തേക്ക് വേണ്ടി പഠിപ്പിക്കുക, അതൊന്ന് ചെയ്യിക്കുക. എത്രത്തോളം സക്സസ് ആവും? ഹരീഷിനെ കുറിച്ച് എന്താണ് പറയുന്നത്? 80 പേരെ ഉപയോഗിച്ച് ഒരു പരിപാടി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് അറേഞ്ച് ചെയ്ത് ഇവിടുത്തെ ടീം അംഗങ്ങളുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കഴിവുപയോഗിച്ച് ശ്രമിക്കുന്നു. നമ്മളുടെ രണ്ടാമത്തെ പ്രോഗ്രാമാണിത്. ആദ്യം 80 പേര്, 100 പേര്. അതിന്റെ വിജയമാണ് ഇതിലേക്ക്. അഭിലാഷിന് എന്താ പറയാനുള്ളത്? ഈ ഒരു പ്രോഗ്രാം എല്ലാവരും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് എല്ലാവരും എടുത്തിരിക്കുന്നത്. വേറൊന്നും പറയാനില്ല, പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അടുത്ത പരിശോധനയിൽ പ്രവീൺ എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഞങ്ങളിത് രണ്ടാമത്തെ പ്രോഗ്രാമാണ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോഗ്രാം വളരെ ഭംഗിയായി നടന്നു. ഇതും അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗന് എന്താണ് പറയാനുള്ളത്? ജഗൻ അതിനെക്കുറിച്ച് എന്താണ്? ബേസിക്കലി ഇത്രയും വലിയൊരു ഫോറിനേഴ്സ് നമ്മുടെ കേരളത്തിന്റെ തനത് കലയായ പഞ്ചവാദ്യത്തിലെ ഒരു വാദ്യോപകരണം അവര് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്തായാലും ഞാൻ എക്സൈറ്റ്മെന്റിലാണ്. എന്നാൽ കഴിയുന്ന ഇത്രയുള്ള ഒരു പറഞ്ഞു. അടുത്ത അരുണിന് അതിനെക്കുറിച്ച് എന്താ പറയാൻ ശ്രദ്ധിക്കുക. വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് ഈ പരിപാടി സജിത്ത് രണ്ടാം തവണയാണ് സജിത്ത് പങ്കെടുക്കുന്നത്. സജിത്തിന് എന്താണ് സന്തോഷം. രണ്ടാം തവണയാണ് ഈ പരിപാടി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഭംഗിയായിട്ട് വരുന്ന പ്രതീക്ഷയുണ്ട്. ശ്യാമിനെ അതിനെക്കുറിച്ച് എന്താണ്? ഈ ഇന്നത്തെ ഒരു 20ഓളം ഇലത്താളം അതിന്റെ കോർഡിനേറ്റർ ശ്യാമാണ്. ശ്യാമിനെ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? വളരെ നല്ല കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമായ പഞ്ചവാദ്യത്തിന്റെ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് ഒരുപാട് സന്തോഷം. രാജീവിനെ കുറിച്ച് എന്താ പറയുന്നത്? പഞ്ചവാദ്യ കലയിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ഒരു വാദ്യമാണ് തിമില. അപ്പം തിമില ഇലത്താളം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംരംഭം നല്ല വിജയമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. സനുവിന് അതിനെക്കുറിച്ച് സൽകുമാർ എന്താണെന്ന് ഈ പഞ്ചവാദ്യവും തിമിലയും നാടുകളിലേക്കും ഇതേപോലെ ഗസ്റ്റുകൾ വന്ന് അവരെ ഇത് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണ്. അതെന്തായാലും എത്തിയത് സന്തോഷം. ബിജു കുമാറിന് എന്താണ് അതിനെപ്പറ്റി? ഈ പ്രോഗ്രാം ചെയ്യുന്നത് രണ്ടാമത്തെ അവസരമാണ്. അവസരം കിട്ടിയത് വളരെ സന്തോഷം. ചിഞ്ചുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇത്രയും നല്ലൊരു പരിപാടി ആയിരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. വിഷ്ണു അതിനെക്കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. നല്ലൊരു വിജയമായി തീരട്ടെ.
ബിനുകുമാർ അതിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. കണ്ണൻ അതിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതാണ്. നമ്മുടെ ഈ കല പുറത്തുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയതിലും ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട്. ശ്യാം അതിനെ കുറിച്ച് 2 വാക്ക് പറയുന്നത്. ഈ സംസ്കാരത്തിന്റെ ഒരു പറ്റുവാതെ തനത് കല മറ്റുള്ളവർക്ക് മറ്റു രാജ്യങ്ങളിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന സ്വാഭാവിക നമ്മളെ 20ഓളം കലാകാരന്മാർ ഇങ്ങനെ ഇത്രയും തിമിലയും 80ഓളം തിമിലയും ഇലത്തോളം വെച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാവരും തയ്യാറാക്കണം. എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. ഇതിൽ കുറച്ച് കലാകാരന്മാർ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ആദ്യം രണ്ടാമത് വന്നിരിക്കുകയാണ്. ഇനിയും അടുത്ത ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പങ്കെടുപ്പിക്കുന്നതാണ്. എന്തായാലും നല്ലതാവട്ടെ എന്ന് ജയകൃഷ്ണൻ പ്രാർത്ഥിക്കാം. ക്ഷേത്രത്തിലെ എല്ലാ കലാകാരന്മാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.